എടാ 10 ദിവസം തൊട്ട് കല്യാണത്തിന് എടാ 1-2 അല്ല 2 ലക്ഷം റുപ്യാണ്. പിന്നെ ഒരു ബേജാറ് വേണം. ഞാനുള്ള വൈകിട്ട് മറ്റുള്ള വൈകിട്ട് ക്യാഷ് അടക്കും. ഓക്കെ, നാണക്കേട് എന്ന് പറഞ്ഞ സായിനെ എടുക്കാല്ല. ഇതിലും ഭേദം പോയി ചാവണം നല്ലത്. കുറിപ്പൈസ കിട്ടാണ്ട്, പക്ഷേ അയാൾ അടുത്ത മാസം തരാന്നാ പറയണത്. എനിക്കാണെങ്കിൽ ഒരു 3 ദിവസത്തിനുള്ളിൽ കിട്ടും വേണം. സായിയെ പൈസ എൻ്റെ കയ്യിലില്ല എന്ന് ഞാൻ പറയണില്ല. പെങ്ങളെ മോളെ കല്യാണത്തിന് അളിയൻ പറമ്പിറ്റ പൈസ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സത്യം പറയാലോ, ഞാൻ ആ പൈസ ഒന്ന് ബാങ്കിൽ കൊണ്ടിടാൻ വിചാരിച്ചത്. എടാ 2 മാസത്തെ ഗ്യാപ്പിന് ആ പൈസ ഒന്ന് റോളായിടാ. വെറുതെ വേണ്ട, ബാങ്ക് തരാനായിട്ട് കൂടുതൽ പൈസ ഞാൻ തരാം. പലിശയുടെ ഒന്നല്ലടാ, കൂട്ടുകാരാകുമ്പോൾ അങ്ങോട്ടും കൊണ്ട് സഹായിക്കൽ പതിവല്ലേ. ഇത് അളിയ എന്നെ വിശ്വസിച്ച് തന്ന് ഏൽപ്പിച്ച പൈസ അല്ലേ. പെങ്ങളെ കല്യാണം എന്നാ? അത് ഓഗസ്റ്റിലാ. അതിന് 3 മാസമില്ലടാ, എനിക്ക് 2 മാസം മതി. അതിൻ്റെ ഉള്ളിൽ ഞാൻ തിരിച്ചു തരാം. ഈ പൈസ എനിക്കിപ്പോൾ തരികയാണെങ്കിൽ ഏറ്റവും ഉപകാരപ്പെട്ടൊരു മുതലായി പോകണം. ഞാൻ എന്നും എന്നെ ഓർക്കും. അത്ര പെട്ടതോട്ടാ. 2 മാസം, 2 മാസം പ്ലീസ്. അവിടെ ഇജ്ജെന്ത് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? മറ്റന്നാളെ കല്യാണം. ഞാൻ നാളെ രാവിലെ എത്തിച്ചേരാം. ഓക്കെ, നാളെ രാവിലെ 11 മണിക്ക് എത്തിച്ചേരാം. ഈ എന്നെ പറ്റിക്കാ തോന്നുന്നു. സായിയെ, ഈ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുമ്പോൾ പറഞ്ഞില്ലേ, സായി ഇനി ഇല്ല, നാണം കെടും, നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ. സത്യം പറഞ്ഞ ആ ഒരു അവസ്ഥയാണ് ഞാൻ 3-4 ആൾക്കാരോട് ചോദിച്ചു നോക്കി, പക്ഷെ അവരൊന്നും ക്യാഷ് ഇല്ല എന്നാണ് പറയണേ. പിന്നെ എൻ്റെ ഇപ്പോൾ ഒരു 10,000 രൂപ ഉണ്ട്, അതിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തരട്ടെ. ഇല്ല പറഞ്ഞു കുറി പൈസ കിട്ടാണ്ട് കിട്ടിയിട്ട് തരാന്ന്. അതൊക്കെ ശരിയാടാ, വർക്കില്ലാത്തതുകൊണ്ട് അടവ് പെൻഡിങ് ആയി. ക്യാഷ് ഇപ്പോൾ കിട്ടിയിട്ടില്ല. സായെ, ഇന്ന് പൈസ കിട്ടണം, ഇതിനോട് വാക്ക് പറഞ്ഞതാ. ഞാനൊരു മാർഗം ഇപ്പോൾ കാണുന്നില്ല. വല്ലാണ്ട് ഇതിൻ്റെ പ്രഷർ ചെയ്യുകയാണെങ്കിൽ ഞാൻ കയറി ആത്മഹത്യ ചെയ്യും. മഹേഷേ, എന്താ സംഭവം? എടാ, നമ്മുടെ രാജുലടാ, അവൻ ആത്മഹത്യ ചെയ്തു. പറമ്പിലെ പുളിങ്കൊമ്പില കെട്ടി തൂങ്ങിയത്. എന്തെങ്കിലും കാരണം പറഞ്ഞില്ല? എന്തോ സാമ്പത്തിക പ്രശ്നമാണെന്ന് പറഞ്ഞത്. എടാ, എന്ത് പ്രശ്നമാണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലടാ, ഈ ഇവിടെ ഇല്ലേ, നമ്മുടെ സുഖമായിട്ടാണല്ലോ അവിടെ. അതിന് വരോട് തൂങ്ങയ്യ. എടാ, എന്ത് പ്രശ്നം തുറന്ന് പറഞ്ഞുകൂടെ നമ്മളോട്? അതിങ്ങനെ ഉള്ളി കൊണ്ടിടക്കയ്യ. ഒക്കെ അവസാനിച്ചല്ലോ, കള്ളപ്പം.